ഹായ്, എൻ്റെ പേര് റിൻസ്. എന്നെ അറിയാത്തവർക്കായി എൻ്റെ ചാനലിൻ്റെ പേര് റിൻസ് ടോക്സ്. കുറേ കാലമായി ഒരു ലോങ് വീഡിയോ ചെയ്യണം എന്ന് ഞാൻ ആലോചിക്കുന്നു. ഈ കോണ്ടൻറ്റ് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കിതാദ്യമാണ്, എനിക്കിത് പുതിയതാണ്. എന്താണെന്നല്ലേ, മൈ പെർസ്പെക്റ്റീവ് ഓൺ മൂവി സീൻസ് എന്ന് വെച്ചാൽ ചില സിനിമയിലെ ചില സീനുകൾ കാണുമ്പോൾ എനിക്ക് എൻ്റേതായ ചില തോട്ട്സും എൻ്റേതായ ചില പേഴ്സ്പെക്റ്റീവുകളും ഉണ്ട്. അത് നിങ്ങളുമായി ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇന്ന് ഫസ്റ്റ് എടുത്തിരിക്കുന്ന സിനിമ ഏതാണെന്നല്ലേ, നന്ദനമാണ്. നന്ദന സിനിമയിൽ ഈ സീനൊന്ന് കണ്ടു നോക്കിയേ. എടോ ബാലാമണി, ഉണ്ണി വന്നു. ഇന്ന് വെളുപ്പിനെത്തി. എന്നിട്ട് എവിടെയാള്? ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങി. തിരക്കുണ്ട്. വർത്തനൊക്കെ പിന്നെ അവനുള്ളതല്ലേ. ആരെങ്കിലും കുട്ടികളും കാണും കാപ്പിക്ക്. എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. ഇവിടെ ബാലാമണി ആ സിനിമയിൽ ആ വീട്ടിലെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. പക്ഷേ ബാലാമണി തൻ്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും, തൻ്റെ സന്തോഷമായാലും സങ്കടമാണെങ്കിലും എല്ലാം ഷെയർ ചെയ്യുന്ന രണ്ട് പേരെടുത്താണ്. ഒന്ന് അപ്പുറത്തെ വീട്ടിലെ ജാനുവേടത്തി, രണ്ട് മനുവേട്ടൻ. മനുവേട്ടൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് അവർ ഫ്രണ്ട്ഷിപ്പ് ആവുകയാണ്, പിന്നെ റിലേഷൻഷിപ്പ് ആവുന്നു. അത് കഴിഞ്ഞ് അവർ ബ്രേക്കപ്പ് ആവുകയാണ്. അതിനുശേഷം ബാലാമണി തിരിച്ച് പിന്നെയും ജാനുവേടത്തിയോട് ചെല്ലുമ്പോൾ ജാനുവേടത്തി തിരക്കാവുകയാണ്. കാരണം ഉണ്ണി വിദേശത്ത് വന്നു, ജാനുവേടത്തിയും തിരക്കാവുന്നു. ഇനി ബാക്കി കണ്ടുവെക്കാം. ഒരു നിമിഷം കൊണ്ട് എല്ലാം അങ്ങോട്ട് തീരും. ചാടട്ടെ എന്റെ കൃഷ്ണ ഞാൻ. ഇവിടെ ബാലാമണി പറഞ്ഞ ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു നിമിഷം കൊണ്ടെല്ലാം അവസാനിക്കുകയാണെന്ന് വെച്ചാൽ ചാടട്ടെ എന്നുള്ളത്. ഈ മൊമെൻറ്റിൽ ബാലാമണി ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചാൽ ഞാൻ പ്രത്യേകിച്ച് ആശ്ചര്യപ്പെടുന്നൊന്നുമില്ല. കാരണം ജീവിതത്തിൽ പിന്നെയും തനിച്ചായി പോയ ബാലാമണിക്ക് തൻ്റെ ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യാൻ ആരുമില്ല സിറ്റുവേഷനിൽ ആത്മഹത്യ മാത്രമേ മുന്നിൽ കാണുന്നുള്ളൂ. ഒന്നാമതേ ബാലാമണി അനാഥയാണ്. രണ്ട് പെങ്ങന്മാരുണ്ട്, അവരുടെ കാര്യങ്ങളും നോക്കുന്നത് ബാലാമണിയാണ്. വെറുതെ കളിക്ക് കയറി നിന്നാണെങ്കിൽ ഇറങ്ങിക്കോളൂ. അതിന്റെ പടവ് മുഴുവൻ ഇളകി കിടക്കുക. ഇനി വേറെ വല്ല ഉദ്ദേശമാണെങ്കിൽ വേണ്ട. ഈ മൊമെൻറ്റിലാണ് ഉണ്ണിയേട്ടൻ്റെ വേഷത്തിൽ ശ്രീകൃഷ്ണൻ വരുന്നത്. അവിടെ ശ്രീകൃഷ്ണൻ പറയുന്നൊരു ഡയലോഗുണ്ട്. ആ പടവുകൾ ഇളകി കിടക്കുകയാണ്, അബദ്ധവശാൽ കാല് വഴുതി അകത്ത് പോയി കഴിഞ്ഞാൽ മരിക്കുക എന്നുള്ളത്. ബാലാമണി ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചു, പക്ഷേ ചാടണോ വേണ്ടേ എന്നുള്ളത് അപ്പോഴും കൺഫ്യൂഷനിലായിരുന്നു. ഇൻ കേസ് ബാലാമണി ആത്മഹത്യ ചെയ്യുന്നില്ല, പക്ഷേ അബദ്ധവശാൽ കാല് വഴുതി കിണറ്റിൽ വീണാലും നാട്ടുകാർ പറയുന്നത് ഡിപ്രഷൻ മൂലമോ അല്ല എന്നുണ്ടെങ്കിൽ പ്രേമനൈരാശ്യം മൂലമാണ് ആത്മഹത്യ എന്നുള്ളത്. എന്താ ഇങ്ങനെ തുറച്ചു നോക്കണേ? മനസ്സിലായില്ലേ? ആരാ? ഒരയൽവാസിയാണ്. ഓ, ഉണ്ണികൃഷ്ണൻ അല്ല, ഉണ്ണിയേട്ടൻ. ജാനുവച്ചി പറഞ്ഞു വന്നൂന്ന്. കാണാം. നിങ്ങളുടെ കല്യാണം കഴിയണവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെയോ? അതെ, അമ്പലപ്പാട്ടെ. ശരി, പോട്ടെ. ആ മൊമെൻറ്റിലാണ് ശ്രീകൃഷ്ണനുമായിട്ട് ബാലാമണി ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ അവരും ഒരു പുതിയ സൗഹൃദം ഉണ്ടാകുന്നത്. ബാലാമണിക്ക് ആ മൊമെൻറ്റ് തൊട്ട് ഒരു പുതിയ ആളെ കിട്ടുകയാണ്, തൻ്റെ കാര്യങ്ങൾ കേൾക്കാനും തൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും. ഞാനിവിടെ ഉണ്ണിയേട്ടനെ ഒരു ദൈവമായിട്ട് അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ ഒരു ദൈവമായിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. ഇവിടാണ് എൻ്റെ പേഴ്സ്പെക്റ്റീവ് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോയ ബാലാമണിക്ക് ഒരു പുതിയ കൂട്ട് അല്ലെങ്കിൽ പുതിയ ആളെ കിട്ടുകയാണ് തൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ഫ്രണ്ടോ നിങ്ങളൊരു പാർട്ട്ണറോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസോ അല്ലെങ്കിൽ മറ്റാരും ആയിക്കോട്ടെ, ഒരാളെ നിങ്ങളുടെ ലൈഫിൽ വേണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വരുമ്പോൾ കാര്യങ്ങൾ തുറന്ന് പറയാൻ ഒരാളത് വളരെ നല്ലതാണ്. ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം ഉള്ളിലൊതുക്കി നടക്കുന്നതിനേക്കാളും ഭേദം മറ്റൊരാളുടെ ഷെയർ ചെയ്യുക. ചിലപ്പോൾ അയാളൊരു കേൾവിക്കാരൻ മാത്രമായിരിക്കും, ചിലപ്പോൾ മറുപടി കിട്ടുമായിരിക്കും. പക്ഷേ അങ്ങനെ ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റിലീഫ് വളരെ വലുതാണ്. സുഹൃത്തുക്കളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 സുഹൃത്തുക്കളുണ്ട് എന്നുള്ളതിൽ കാര്യമില്ല. ഒരാളെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കേട്ടിരിക്കുക അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം.
അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലും ആരെങ്കിലും ഒരാളെ നിങ്ങൾ സമ്പാദിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങ് ഒരാൾ നിങ്ങളുടെ ലൈഫിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമായി എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പം നമ്മളൊരു മത്സരത്തിൽ പങ്കെടുക്കുകയാണ്, നമുക്ക് സമ്മാനം കിട്ടുന്നു എന്നുള്ളത് നമ്മുടെ റിവാർഡാണ്. അതേപോലെയാണ് ഞാൻ ഇടുന്ന വീഡിയോകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് എനിക്ക് റിവാർഡാണ്. എൻ്റെ ഈ കോണർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ.